വികസനം വളരെ വേഗത്തിൽ, ഉസൈൻ ബോൾട്ടിന്റെ വേഗത്തിൽ പോകുമ്പോഴും മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയൊക്കെ പ്രശ്നങ്ങൾ ഒച്ചിന്റെ പോലും വേഗത്തിൽ സർക്കാർ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു വിഷയം. അന്ന് ഈ സമരവുമായി ഇറങ്ങിയ ആ സമയത്ത് നിലനിന്നിരുന്ന അതേ പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ആ സമരവുമായി ഇറങ്ങുമ്പോൾ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം, അതിൽ ആദ്യത്തെ കാര്യം തന്നെയാണ് നമ്മുടെ ഈ പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് ഒരു പഠനം നടത്തണം. എനിക്കൊന്ന് അഡ്വക്കേറ്റ് ഷെറീജ് തോമസ് ഇവിടെ സൂചിപ്പിച്ചു. ആ പഠന റിപ്പോർട്ട് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുണ്ടാകും. ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ആ പഠനത്തിൽ പോലും കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ടാവും എന്നാണ് നമ്മൾ ഇപ്പോൾ സംശയിക്കുന്നത്. ആ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും, വിഴിഞ്ഞം പദ്ധതി വന്നത് മൂലം വളരെ വൻതോതിലുള്ള കടലാക്രമണം ഉണ്ടാവുന്നു, തീരശോഷണം ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭവനങ്ങൾ നഷ്ടപ്പെടുന്നതും തീരങ്ങൾ നഷ്ടപ്പെടുന്നതും എന്നൊക്കെ ഇതിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ സംശയിക്കുന്നത്. അതല്ലെങ്കിൽ അവര് ഈ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് അത് പുറത്തുവിടുകയും അവർക്ക് അവരുടേതായിട്ടുള്ള ചില നേട്ടങ്ങൾ കൊയ്യാനായിട്ട് നിൽക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ട്, ഈ ഗോഡൌണുകളിലും അതുപോലെ തന്നെ ക്യാമ്പുകളിലും പാർത്തിരുന്ന ആളുകളെ ഈ സമരവുമായി ബന്ധപ്പെട്ട് നിർത്തിയപ്പോൾ 5500 രൂപ വാടക നൽകാമെന്നുള്ള രീതിയിലാണ് അവരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്. പലരും വാടകയ്ക്ക് പോയിട്ടുണ്ട്, പക്ഷേ ഇന്നും വാടക കിട്ടാത്ത ആളുകൾ ഉണ്ട്. ഇപ്പോൾ പോലും കടലാക്രമണത്തിൽ വീട്ടിൽ താമസിക്കാൻ കഴിയാതെ മാറി താമസിക്കുന്ന ആളുകളുണ്ട് ഈ അടുത്ത കാലത്ത് പോലും. അവരവിടെ പോകുമ്പോഴത്തേക്ക് ഇനി നിങ്ങൾക്ക് വാടക തരാൻ സാധിക്കില്ല എന്നുള്ള മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത് എന്ന്. അപ്പോൾ അത്തരത്തിൽ ആളുകളെ സംരക്ഷിക്കുമെന്നുള്ള വ്യാജേനെ, ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന വ്യാജേനെ പല കാര്യങ്ങളും പറയുകയും എന്നാൽ അതൊന്നും ചെയ്യാതെ വരികയും ഉണ്ടാകുന്ന സാഹചര്യം. ഇപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്, ഞങ്ങൾ അന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെ മുതലപ്പൊടിയിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണലും പാറകളും മറ്റു സാമഗ്രികളും ഒക്കെ കൊണ്ടുവരാൻ അദാനിക്ക് ഇത് കൊടുക്കുകയും അദാനി അതിനാവശ്യമായ ബാർജ് അവിടെ നിർമ്മിക്കുകയും ആ ബാർജിൽ നിന്നും അവര് ആവശ്യാനുസരണം സാധനങ്ങൾ എത്തിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ നിലവിലുണ്ടായിരുന്ന പുലിമുട്ട് തകർത്തുകൊണ്ടാണ് അവരെ ബാർജ് നിർമ്മിച്ചത്. ആ തകർത്ത പുലിമുട്ടിന്റെ ഭാഗമായി ആ പൊഴിയിൽ കിടക്കുന്ന മുതലപ്പൊഴിയിൽ കിടക്കുന്ന കല്ലുകളിലാണ് ഈ വള്ളങ്ങൾ അടിക്കുകയും അവിടെ ബുദ്ധിമുട്ടുണ്ടാവുകയും ആളുകൾ മരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതാണ് ഷെറി സാർ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒരു കരാർ സർക്കാരുമായി ഉണ്ട് എന്ന് ഒരു മിഥ്യാധാരണ നമുക്കുള്ളിൽ ഉണ്ടാക്കുകയും MOU മാത്രമാണ് ഉള്ളത് എന്നുള്ളത് ഇപ്പോഴാണ് പുറത്തു വരികയും ചെയ്തത്. അപ്പോൾ ഇത് ആരെ സഹായിക്കാനാണ്? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ നിലകൊള്ളുന്നത്? ഈ സ്വപ്ന പദ്ധതി വരുമ്പോൾ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാണോ? ഞങ്ങൾക്കുമില്ലേ സ്വപ്നങ്ങൾ, തീരദേശവാസികളെ ഞങ്ങൾക്കില്ലേ സ്വപ്നങ്ങൾ? 128 ആളുകൾ സ്വന്തം ഭവനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ വലിയതുറയിലും കൊച്ചുതോപ്പിലെയും നിവാസികൾ മാത്രം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഒരു കേസുണ്ട്. അതിൽ എൻ്റെ വീട് ഉൾപ്പെടെ പോയി, ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരാളാണ്. ഞാൻ ജനിച്ചു വളർന്ന, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരുന്ന എൻ്റെ സഹോദരങ്ങൾ ജീവിച്ചിരുന്ന വീട് ഇന്ന് എനിക്ക് കാണിക്കാൻ പറ്റുന്നത് കടലിലോട്ട് മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ശംഖുമുഖം, ഞാനിപ്പോ എടുത്തു പറയേണ്ടത് ശംഖുമുഖം പ്രദേശം എല്ലാവർക്കും അറിയാം. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ എല്ലാവർക്കും ശംഖുമുഖം ബീച്ച് അറിയാം. ഈ കഴിഞ്ഞ 2-3 ഘട്ടങ്ങളുടെ പബ്ലിക് ഹിയറിംഗുമായി ബന്ധപ്പെട്ട് അവർ പുറത്തിറക്കിയ പാരിസ്ഥിതിക പഠന റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഒരെണ്ണം ഇറക്കിയിട്ട് അതിൽ അവർ പറയുന്നത് ശംഖുമുഖത്ത് തീരം വെച്ചുവെന്ന്. ഞാന് അവിടെ ഈ പബ്ലിക് ഹിയറിംഗിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ ഈ പഠനത്തിന്റെ ഭാഗമായിട്ടിരുന്ന ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞു, സാർ ഒരു സമയം തരികയാണെങ്കിൽ ഞാൻ തന്നെ വണ്ടി കൊണ്ടുവന്ന് സാറിനെ കൊണ്ടുപോയി ഞാൻ ശംഖുമുഖം കാണിക്കാം, തിരിച്ചു വന്ന തീരമൊന്ന് ഞങ്ങൾക്ക് കാണിച്ചതാണ്. കാരണം അതിന് തൊട്ട് മുമ്പ് ഒരു 3 ദിവസം മുമ്പ് ഞാൻ എടുത്ത ചിത്രം എൻ്റെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്. ആ ചിത്രം ഉൾപ്പെടെയുള്ള ഫോട്ടോകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പബ്ലിക് ഹിയറിംഗിന് വേണ്ടിയിട്ട് ഇത് കൊടുത്തത്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളൂ. പഠനം നടക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട് വികസനം നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. ഒരു പഠനം നടക്കുമ്പോൾ ആ പഠനവുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകട്ടെ. അത് പരിഹരിക്കുക എന്നുള്ളത് സർക്കാരിന്റെ കൂടി കാര്യമല്ലേ? സർക്കാർ എന്തുകൊണ്ട് ഈ ഒരു
ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മെല്ലെ പോക്കും അങ്ങോട്ട് പോകുമ്പോൾ ഒരു അതിവേഗ പോക്കും പോകുന്നത് എന്തുകൊണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ. അദാനിക്ക് നൽകേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ പറയാം, അമുഖമായിട്ട് തന്നെ പറയാം. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പിന്നെ ഷിപ്പ് വരുന്നു, കണ്ടെയ്നർ ഷിപ്പ്, മദർ ഷിപ്പ് വരുന്നു, അതിന് ഇത്രയും വലിയ കൊട്ടിയാഘോഷിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഇത് കോടാനുകോടി രൂപ അതിനു വേണ്ടി മാത്രം ചിലവഴിക്കുന്നു. പാവപ്പെട്ട ആളുകൾക്ക് വാടക കൊടുക്കാൻ കാശില്ല. ഇപ്പൊ പെൻഷന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വാടക കൊടുക്കുന്ന കാര്യത്തിൽ. ചിലർക്ക് കിട്ടുന്നില്ല, ചിലർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് പകുതിയിൽ വെച്ച് നിർത്തി, ചിലർക്ക് കൊടുക്കുന്നത് പകുതി കാലുമൊക്കെയാണ്. അപ്പൊ അത്തരത്തിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതി. അത് മാത്രമല്ല, ഇനിയിപ്പം ആ പറഞ്ഞ ആ കാര്യങ്ങളിൽ ഒരെണ്ണം ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം പിന്നെ ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കടലിൽ പോകരുത് എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്ന ദിവസങ്ങളിൽ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ തുക കൃത്യമായി കൊടുക്കുന്നില്ല. ആ പറയുന്ന ദിവസങ്ങൾ ഇപ്പൊ 15 ദിവസം 25 ദിവസമാണ് ഒരു വർഷത്തിൽ അവർ പറയുന്നുവെന്ന് അവർ കാൽക്കുലേറ്റ് വെച്ചിരിക്കുന്നത് പോലും പിന്നീട് അത് കൊടുത്തു വരുമ്പോൾ 10 ദിവസമോ 12 ദിവസമായി ചുരുങ്ങുന്നു. അപ്പോൾ അത്തരത്തിലുള്ളത് ഇനിയിപ്പം അവിടുത്തെ ഭവനങ്ങളുടെ കാര്യം പറയാം. 400ഓളം കുടുംബങ്ങൾ ഭവനരഹിതരായി. ആ 400ഓളം കുടുംബങ്ങൾക്കുള്ള വീടുകൾ വെക്കുന്നു.